ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും തമ്പലൈനെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും ഒത്തിരി താങ്ക്സും ഒത്തിരി നന്ദിയും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ് കേട്ടോ. എന്നല്ല നമ്മുടെ യൂട്യൂബിൽ ഇത്രയും നാളും കഷ്ടപ്പെട്ടതിനുള്ളൊരു പ്രതിഫലം നമുക്ക് ഇന്ന് കിട്ടിയിട്ടോ. ഇന്നല്ല 2-3 ദിവസമായി കിട്ടിയിട്ട് വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലൈറ്റായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോസൊന്നും വരാത്തേ എന്നുള്ളത്. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളായിരുന്നു, പിന്നെ കുറച്ച് വയ്യായികയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യൂട്യൂബിൻ്റെ ആദ്യത്തെ ഇൻകം, നമ്മുടെ യൂട്യൂബ് ജേണിയിൽ ആദ്യത്തെ ഇൻകം വന്നു കേട്ടോ. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് വന്നത്. പക്ഷേ ഞാൻ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ മാസം ഒരു 10-ാം തീയതിക്ക് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ബാങ്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെക്ക് ചെയ്തപ്പോൾ പൈസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാസം തന്നെ ഷവ്വാൽ 17, അതായത് വ്യാഴാഴ്ചയായിരുന്നു കേട്ടോ. എൻ്റെ ഉപ്പ മരിച്ചിട്ട് 2 വർഷമായി. വ്യാഴാഴ്ച ഷവ്വാൽ 17. അപ്പോൾ അന്നാണ് ഞാൻ ഫസ്റ്റ് യൂട്യൂബിലത്തെ ഇൻകം എടുത്തത് കേട്ടോ, ആദ്യമായിട്ട് എടുത്തത്. അങ്ങനെ എടുത്ത് ഞാൻ അന്ന് തന്നെ ചെറിയൊരു മൗലൂദൊക്കെ കഴിച്ചു, സ്ഥാനം വിളിച്ച്. അപ്പോൾ സാധാരണ 2 ഉസ്താദന്മാരൊക്കെ വരാറുണ്ട്, പ്രാവശ്യം ഒരാൾ വന്നിട്ടുള്ളൂ. അങ്ങനെ മൗലൂദൊക്കെ കഴിച്ച് ആദ്യത്തെ പരിപാടി, എൻ്റെ യൂട്യൂബിൽ ആദ്യത്തെ ഇൻകം കൊണ്ട് ഞാൻ എൻ്റെ ഉപ്പാക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുകയാണെങ്കിൽ അതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മക്കൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, അതൊക്കെയാണ് നമ്മളോട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയാം. പ്രത്യേകിച്ചും ഈ ഡോളറിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ അതിലേറെ സന്തോഷം. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്താൻ പറ്റിയത് അതിലേറെ സന്തോഷം. നമ്മളെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 0 സബിൽ നിന്നും ഇപ്പോൾ എനിക്ക് 45,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 0-ന്ന് ഇത്രയ്ക്ക് എത്താൻ കാരണം നിങ്ങൾ ഓരോരുത്തരാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മളിവിടം വരെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തി. ഇത്രയൊന്നും എത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അതിനൊക്കെ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇവിടം വരെ എത്താൻ പറ്റിയത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അതിങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ശരിക്കൊരു 3-3.5 വർഷമായിട്ടുണ്ട്. പക്ഷേ അതിന് വേണ്ടി മെനക്കെട്ടു എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ 1 വർഷമായിട്ടുള്ളൂ കേട്ടോ. മെനക്കെട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇട്ട് പോയിട്ടുള്ളത്. അതുവരെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് ഓരോ വീഡിയോസൊക്കെ ഇട്ട് പോകും. പിന്നെ ഞാനിത് തുടങ്ങിയത് എൻ്റെ പാത്തൂസിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്തൊരു 4 മാസമായ സമയത്താണ് ഞാനത് തുടങ്ങിയത്. പിന്നെ 6 മാസമായി, അതായത് 2 മാസം മാത്രം ഞാൻ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. പിന്നെ സ്റ്റോപ്പായി. പിന്നെ അവളെ ഡെലിവറിക്ക് കഴിഞ്ഞു. അവളെ പ്രസവിച്ചൊരു മോൾക്ക് ഒരു 4-5 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ എങ്ങനെ പോയാലും 1 വർഷത്തോളം ചാനലിൽ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡെലിവറിക്ക് കഴിഞ്ഞു അവളെ പ്രസവിച്ചൊരു 4 മാസമൊക്കെ ആയപ്പോൾ വീഡിയോ ഇട്ട് തുടങ്ങിയെങ്കിലും അങ്ങനെ വീഡിയോ ഇട്ടെങ്കിലും പാത്തൂസിൻ്റെ ഓരോ ചിരിയും കളിയും, പിന്നെ സുഡാപ്പിയുടെ മോൻ്റെ മക്കളുടെ അങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്ലോഗും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം ഞാൻ വീഡിയോയിൽ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷേ കുക്കിങ്ങൊന്നും അധികം അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. വ്യൂസൊക്കെ ഭയങ്കരമായി കുറവായി. പിന്നെ വിചാരിച്ചു നമുക്ക് കുക്കിംഗ് എന്ന് വെച്ചാൽ നമുക്ക് അധികം അങ്ങോട്ട് ഇടാനായിട്ട് നമ്മുടെ വീട്ടിലത്തെ സിറ്റുവേഷനൊക്കെ അതിനെ പറ്റിയതായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ആ വീഡിയോസ് കണ്ടിന്യൂസ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇടാൻ തുടങ്ങിയത് ബ്ലോഗ് ഇട്ടു കേട്ടോ. ബ്ലോഗിലായാലും അധികം വ്യൂസും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അധികം വ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും വിചാരിച്ചു എന്തായാലും നമുക്ക് നിലനിന്ന് പോകണ്ടേ. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒന്നിൽ പിടിക്കാൻ വെച്ചിട്ട് അങ്ങനെ ബ്ലോഗ് തന്നെ ആയിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുക്കിംഗ് ഇട്ടു. അങ്ങനെ രണ്ടും മാറ്റി ഇട്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ മക്കളുടെ ഓരോ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടു. അങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് പോയി. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോയിലൊക്കെ നല്ല വ്യൂസ് വന്നു കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ കാരണം കൊണ്ട് അങ്ങനെ കുക്കിങ്ങൊന്നും മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ബ്ലോഗ് തന്നെ ഞങ്ങളുടെ സ്ഥിരം ബ്ലോഗ് തന്നെ ആക്കിയിട്ടോ. പക്ഷേ കുറേ പേര് സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നിർത്തി പോകണമെന്നവരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പേര് കളിയാക്കലും കുത്തുവാക്കുകളൊക്കെ കുറേ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഫാമിലിയിൽ നിന്നായാലും അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാരായാലും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. വെറുതെ ഇരുന്ന സമയം കളയാന്നല്ലാണ്ട് ഒരു കാര്യമില്ല. പിന്നെ കുറേ പേര് ചോദ്യം ഉണ്ടായിരുന്നു, വരുമാനം കിട്ടിയോ, എന്താണ് കിട്ടിയത്, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരാണ് കേട്ടോ. എൻ്റെ വ്യൂസ്, അതായത് എൻ്റെ ഫോളോവേഴ്സ്, അവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണുന്ന കുറേ പേരുണ്ട് കേട്ടോ.
അവർക്കൊക്കെയാണ് എൻ്റെ താങ്ക്സ് പറയുന്നത്. അപ്പോൾ ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല. പേരെടുത്ത് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പേര് വിട്ടു പോയാൽ ഞങ്ങൾക്ക് വിഷമമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെയിൻ വേണ്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഫാമിലിയിൽ നിന്നാണ് കേട്ടോ. ഫാമിലീൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോസ് ഇടാനും ഒക്കെ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ കേട്ടോ. സപ്പോർട്ട് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടാനോ അതിനെ സമ്മതിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു കാര്യം നടക്കില്ല. അങ്ങനെ ഫാമിലി നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഫാമിലി സപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപ്പയും ഉമ്മയും മരിച്ചത് എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ അവരുടെ പ്രാർത്ഥനയും അല്ലാതെ എൻ്റെ കൂടെ ഉണ്ടാവും. അതെന്തായാലും എൻ്റെ മരണം വരെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ അതല്ല, ഇവിടുത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാക്കും അങ്ങനെ വീഡിയോ കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ സപ്പോർട്ടാണ് കേട്ടോ. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോന്നൊക്കെ പറയും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് അതുവരെ വെയിറ്റൊക്കെ ചെയ്ത് നിൽക്കും കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ മാറി നിന്നേരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇക്കാടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇക്കാക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഒക്കെ വീഡിയോ എടുത്തോളാനായിട്ടും അങ്ങനെ ഇക്കാട് ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചാനൽ തുടങ്ങുകയും ചെയ്തത്. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ നമ്മളോട് ഇങ്ങനെ അന്വേഷിക്കാറുണ്ട് കേട്ടോ, ഇങ്ങോട്ട് എന്തായി ഡോളർ കയറുന്നുണ്ടോ, എന്താണ് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം. അങ്ങനെ ഫാമിലിയിൽ നിന്ന് ഇക്കാടെ ഭാഗത്ത് നല്ല സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത്. അപ്പം അങ്ങനെ എന്താ പറയുക, ഈ ഡോളർ കിട്ടിയ സമയത്തായാലും ഇക്കാക്കായാലും മക്കൾക്കായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും മെനക്കെട്ടിരുന്ന് വീഡിയോസൊക്കെ ചെയ്തിട്ട് കിട്ടി, അതിൽ നിന്നൊരു ഇൻകം കിട്ടിയെന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊരു സന്തോഷമല്ലേ. അപ്പം അങ്ങനെ എന്നെക്കാളും ഹാപ്പി ആയിരുന്നു ഇതൊക്കെയായിരുന്നു കേട്ടോ. മക്കൾക്കും അതേ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒന്നും കൂടി ഞാൻ താങ്ക്സ് പറയണം കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. എന്നാലും നമുക്ക് ഇപ്പോൾ ഫസ്റ്റത്തെ ഡോളറെല്ലാം വന്നിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളതും കൂടി മേടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതേപോലെ വീഡിയോസിനൊക്കെ ലൈക്കൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാനായിട്ട്. കൂടുതൽ എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷേ ഒന്നും പറയാനായിട്ട് കിട്ടുന്നില്ല. പക്ഷേ അതുപോലെ തന്നെ നാം ബാധി ദൈവം ബാധി എന്ന് പറയുന്ന പോലെ നമ്മൾ കഷ്ടപ്പെടുന്നതും പിന്നെ അതുപോലെ തന്നെ പടച്ചോനും വിചാരിക്കണം നമുക്ക് വല്ലതും കിട്ടണം, എവിടെയെങ്കിലും എത്തണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ പടച്ചോനോടും നമ്മൾ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പടച്ചോൻ എന്തായാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കാണ്ടിരിക്കില്ല എന്നറിയാം. നമ്മൾ അത്രയ്ക്കധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ ദുആ ചെയ്യുന്നൊരു കാര്യം ഇതാണ്. എന്നുവെച്ചാൽ കുറേ പേരുടെ കളിയാക്കലും കുത്തുവാക്കൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നൊക്കെ നമുക്കൊരു ഇതാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. അപ്പം അങ്ങനെ എന്താ പറയാനായിട്ട് വാക്കുകൾ കുറേ കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ കരച്ചിൽ വരാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ വാട്സപ്പിലായാലും ഇങ്ങനെ കുറേ പേര് ഷെയറൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ഓരോരുത്തർ ചോദിക്കും നമുക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് വേറെ പണിയൊന്നുമില്ല, അവൾ തന്നെയാണ് പണി ഒക്കെ പറഞ്ഞിട്ട് കുറേ പേര് കളിയാക്കലും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മുമ്പിൽ ചിരിച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അപ്പുറത്ത് പോയി നമ്മൾ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവാറ് കേട്ടോ. അത് ശരിക്കും ഞാൻ കേട്ടിട്ടുമുണ്ട്, പലരും പറഞ്ഞിട്ടും ഞാൻ അറിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നത് മറ്റുള്ളവർ കണ്ട് ഇത് നമ്മളെ കുറ്റപ്പെടുത്തിയാലും പടച്ചോനറിയാം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് എന്നുള്ളത്. അപ്പം അതിനുള്ളത് എന്തായാലും പടച്ചോൻ നമുക്ക് തരാണ്ടിരിക്കില്ല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഡോളർ കിട്ടിയപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുവരെ എത്തുന്നൊന്നും വിചാരിച്ചതല്ല. എല്ലാം എത്താൻ കാരണം നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ വീഡിയോയ്ക്ക് വ്യൂസൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ 1K ഒക്കെ എങ്ങനെയായാലും വരുന്നുണ്ട്. പക്ഷേ ലൈക്കൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ആ ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെയോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കമൻറ്റും കൂടി രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.